നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെ ഇരിക്കുവാനോ എപ്പോഴും ദുഃഖിച്ചിരിക്കുവാനോ സാധിക്കുന്നതല്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക്, സ്ത്രീകൾക്ക് ഈ സമയം അത്ര ശുഭകരമല്ല. വരുന്ന 21 ദിവസങ്ങൾ ഇവർ അല്പം ശ്രദ്ധ പുലർത്തണം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും അല്പം ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കാത്തതായ കാര്യങ്ങൾ വന്നു ചേരാവുന്നതാണ്. ഈ സ്ത്രീ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. കൂടാതെ ഈ സ്ത്രീ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. കാരണം ഈ സമയം ഈ സ്ത്രീകൾക്ക് അനുകൂലമായ സമയമല്ല. പല രീതിയിലുള്ള തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഭർത്താവുമായി ബന്ധപ്പെട്ടോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളായോ ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാം. കൂടാതെ ഈ സമയം ധനനഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാകുന്നു. ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്നതായ അവസ്ഥ, അപമാനം ഏറ്റുവാങ്ങേണ്ടതായ അവസ്ഥ, ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും കുറ്റം ഏൽക്കേണ്ടതായി വരുന്ന അവസ്ഥയും ഇവർക്ക് സംഭവിക്കാവുന്നതാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമല്ല. ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസ വഴിപാട് നടത്തുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകേരം നക്ഷത്രമാണ്. മകേരം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അഥവാ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശുഭകരമായ സമയമല്ല എന്ന കാര്യം ആദ്യമേ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയം കർമ്മത്തിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ, തടസ്സങ്ങൾ എന്നിവ വന്നു ചേരാം. കൂടാതെ പുരോഗതി വന്ന് ചേരണം എന്നില്ല. കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്ന അവസ്ഥ, ഭർത്താവുമായി കലഹിക്കുവാനും അത്തരത്തിലുള്ള മനസമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മനസ്സ് വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അനാവശ്യമായ ചിലവുകൾ വരാം. ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. മനക്ലേശങ്ങൾ വർദ്ധിക്കാം. ചിലവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വർദ്ധിക്കുന്നതാകുന്നു. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. വരുമാനം അല്പം കുറയുവാനോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥയോ വന്നു ചേരാം. അല്പം രോഗസാധ്യത കൂടി കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്, അഥവാ വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നത് ഉത്തമമാണ്. നിത്യവും രാവിലെ കുളിച്ച് വിളക്ക് വച്ചതിന് ശേഷം പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശുഭകരമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും നിങ്ങൾ നിത്യവും 108 തവണ ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും ഭഗവാന് സമർപ്പിക്കുക. തിങ്കളാഴ്ച വെള്ള പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മൂന്നാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്.
നിങ്ങൾക്ക് 21 ദിവസം അനുകൂലമല്ല. ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം ദുരിതപൂർണമായ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ധനനഷ്ടത്തിന് സാധ്യത കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് പഴി കേൾക്കേണ്ടതായി വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരാം. അപമാനം നേരിടേണ്ടതായി വരാം. കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കടമായി നൽകുന്ന ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഭർത്താവ്, സന്താനങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കങ്ങളും മനസ്സ് വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതകളുണ്ട്. മനക്ലേശങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഏത് കാര്യം പ്രവർത്തിച്ചാലും അതിൽ തടസ്സങ്ങളോ വിചാരിച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വിജയിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരാം. അതിനാൽ ഈ സമയം വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യവും ചെയ്യുവാൻ പാടൂ. നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും നിത്യവും 108 തവണ ജപിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. 4ാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര ശുഭകരമായ ദിവസങ്ങളല്ല വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. 21 ദിവസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. പ്രധാനമായും പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരണം എന്നില്ല. തടസ്സങ്ങളാൽ വലയാം. കൂടാതെ ഭർത്താവുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങളുടെ മനസ്സ് വിഷമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അപമാനം നേരിടേണ്ടതായി വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരാം. അതുമൂലം തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വന്നു ചേരാം. ശത്രുദോഷം വർദ്ധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ അനുകൂലമാവാത്തതായ അവസ്ഥ, ധനനഷ്ടം എന്നിവ സംഭവിക്കാം. മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരാം. പല കാര്യങ്ങളും ചിന്തിച്ച് നിങ്ങൾ കാട് കയറി പോകുന്നതായ അവസ്ഥ പോലും വന്നു ചേരാം. അതിനാൽ അത്ര ശുഭകരമല്ല സമയം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. തീർച്ചയായും ഈ സമയം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ കൂവളമാല കൂടി ചാർത്തുക. നിത്യവും വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരി മന്ത്രവും ദേവിയുടെ മന്ത്രങ്ങളും ജപിക്കുക. കൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ, പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് 5ാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് 21 ദിവസങ്ങൾ ശുഭകരമല്ല. ഗുണകരമായ കാര്യങ്ങൾ കുറയുന്നതായ അവസ്ഥ. തീരെ കുറഞ്ഞു പോകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാം. ശത്രുദോഷം ഈ സമയം വളരെയധികം വർദ്ധിക്കാം. തന്മൂലം നേട്ടങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. മനക്ലേശങ്ങൾ വർദ്ധിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. പലവിധ ചിന്തകൾ വരും. അതിനാൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ. ഭർത്താവ്, സന്താനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിനാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റാത്തതായ ഒരു അവസ്ഥയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു സിറ്റുവേഷനാണ് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാവുന്നതായ അവസ്ഥ. ഈ സമയം നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ അതുപോലും ഉപദ്രവമായി തീരുന്നതായ അവസ്ഥ. അതിനാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരാം.
കർമ്മരംഗത്ത് വിചാരിച്ചതുപോലെ മുന്നേറുവാൻ സാധിക്കണം എന്നില്ല. ധനം നഷ്ടം സംഭവിക്കാം. കൂടാതെ കടം നൽകിയ പണം തിരികെ ലഭിക്കുവാൻ അല്പം കാലതാമസം നേരിടാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരും. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ഈ സമയം തീർച്ചയായും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുകയും തിങ്കളാഴ്ച ദിവസം പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ആറാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം 21 ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. അതിനാൽ ഈ ദിവസങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതായ ദിവസങ്ങൾ തന്നെയാകുന്നു, ശുഭകരമല്ല. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള തടസ്സങ്ങൾ, തൊഴിൽപരമായ തടസ്സങ്ങൾ, തൊഴിൽ നഷ്ടം എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിക്ക് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്നതായ അവസ്ഥ, സന്താനങ്ങൾ, ഭർത്താവ് എന്നിവരുമായി ബന്ധപ്പെട്ട് കലഹത്തിനുള്ള സാധ്യതയും മനസ്സ് വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങളും സംഭവിക്കാം. വിരോധം പല വ്യക്തികളിൽ നിന്നും വന്ന് ചേരുന്നതായ സമയം. അതിനാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. കലഹങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം മുറിവുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ശാസ്താവിനെ ആരാധിക്കുന്നതും ശുഭകരമാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. ശാസ്താവിന് തീർച്ചയായും എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ വീടുകളിൽ നിത്യവും കുളിച്ച് ശുദ്ധിയോടെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. തിങ്കളാഴ്ച ദിവസം ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ഈ തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവസാനത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥയാണ്. കാരണം പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ഭർത്താവുമായി ബന്ധപ്പെട്ടോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപകടങ്ങൾ സംഭവിക്കാം. അതുമായി ബന്ധപ്പെട്ട് ചെറിയ മുറിവുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. ധനനഷ്ടം സംഭവിക്കാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള അപമാനം നേരിടേണ്ടതായി വരാം. കൂടാതെ വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ചില തടസ്സങ്ങൾ വന്നു ചേരാം. ചില രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച വന്നു ചേരണം എന്നില്ല. കൂടാതെ കർമ്മവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരുക, തൊഴിൽ നഷ്ടം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതകളുണ്ട്. ഈ സമയം മൃഗങ്ങളാൽ ഉപദ്രവം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ സമയം മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അഥവാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ ഈ സമയം ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസം നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഭഗവാന് നിത്യവും തുളസി കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നതും തിങ്കളാഴ്ച ദിവസം പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. പഞ്ചാക്ഷരി മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും നിത്യവും 108 തവണ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.